വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വണക്കമാസം 23-ാം ദിവസം. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ എളിമ സകല സുഹൃതങ്ങളുടെയും അടിസ്ഥാനമാണ്. ദൈവത്തെയും നമ്മെ തന്നെ യഥാർത്ഥമായി അറിയുമ്പോൾ നമ്മിലുണ്ടാകുന്ന മനോഭാവമാണ് എളിമ. ആദിമാതാപിതാക്കന്മാരുടെയും മറ്റു പലരുടെയും അഹങ്കാരം അവരുടെ നാശത്തിന് കാരണമായി. അതിന് പരിഹാരം അർപ്പിക്കുവാൻ ദൈവകുമാരൻ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് അവതീർണനായി. അവന് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലായിരിക്കെ ദൈവപിതാവിനോട് തുല്യനാണെന്ന് കരുതുന്നത് ഒരു അപഹരണമായി പരിഗണിച്ചില്ല. പ്രത്യുത തന്നെ തന്നെ താഴ്ത്തി ദാസന്റെ വേഷം സ്വീകരിച്ച് ശൂന്യനാക്കി തീർത്തു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തീർന്നു. ക്രിസ്തുവിൻ്റെ അഗാധമായ എളിമയിലുള്ള ഒരു ഭാഗഭാഗിത്വമാണ്. ക്രിസ്തീയമായ എളിമ മാർ യൗസേപ്പ് ഈശോയിൽ നിന്നും പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും എളിമ പഠിച്ച് അത് പ്രാവർത്തികമാക്കി. ദൈവകുമാരൻ്റെ വളർത്തുപിതാവ്, പരിശുദ്ധ ജനനിയുടെ വിരക്ത ഭർത്താവ്, ദാവീദ് രാജവംശജൻ എന്നിങ്ങനെ അതുല്യമായ സ്ഥാനമഹിമകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിലും വിശുദ്ധ യൗസേപ്പ് മഹനീയമായ എളിമയുടെ മാതൃകയായിരുന്നു. നസ്രത്തിലെ വിനീതമായ ജീവിതം, ദരിദ്രമായ അവസ്ഥ എന്നിവ യൗസേപ്പിതാവിൻ്റെ എളിമയുടെ പ്രതിഫലനമാണ്. കൂടാതെ അദ്ദേഹം തച്ചൻ്റെ ജോലിയാണ് ചെയ്തിരുന്നത്. അന്നത്തെ സാമൂഹ്യമായ ചിന്താഗതിയിൽ ഏറ്റവും വിനീതമായ തൊഴിലായിരുന്നു അത്. എന്നാൽ ഒരു തൊഴിലാളിയുടെ ജീവിതത്തിലും മാർ യൗസേപ്പ് സംതൃപ്തനായിരുന്നു. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകുന്നു, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം എന്നുള്ള ഈശോ മിശിഹായുടെ പ്രബോധനം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അസാധാരണമായ കൃത്യങ്ങളോ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കത്തക്ക പ്രവർത്തനങ്ങളോ ഒന്നും വിശുദ്ധ യൗസേപ്പ് ചെയ്തില്ല. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം എന്നുള്ള ദിവ്യഗുരുവിൻ്റെ പ്രബോധനത്തിൽ നിന്നും നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മഹത്വത്തിന് നിദാനം അദ്ദേഹത്തിൻ്റെ എളിമയായിരുന്നുവെന്ന്. പരിത്രാണനം ചെയ്യപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനപരമായ മനോഭാവം എളിമയായിരിക്കണം. എളിമ സത്യവും നീതിയുമാണ്. നമുക്കുള്ളതെല്ലാം ഇല്ലെന്ന് പറയണമെന്നില്ല, ഇല്ലാത്തത് ഉണ്ടെന്നും പറയരുത്. നമുക്കുള്ള വസ്തുക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് അംഗീകരിക്കുക. സമ്പത്തോ സ്ഥാനമാനങ്ങളോ സൗന്ദര്യമോ ബുദ്ധിശക്തിയോ നമുക്കുണ്ടെങ്കിൽ അത് ദൈവിക ദാനമാണെന്ന് അംഗീകരിക്കുക. അഹങ്കാരി ദൈവത്തിന് നൽകേണ്ട മഹത്വം തന്നിൽ തന്നെ ആരോപിക്കുന്നു. വിനയാന്വിതൻ ദൈവത്തിന് തന്നെ മഹത്വം നൽകുന്നു. പരിശുദ്ധ കന്യകയോടുകൂടി നമുക്കും പറയാം, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സംഭവം: ഒരിടവകയിൽ ദുർവൃത്തിയായ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. അവളുടെ ദുർമാതൃക അറിഞ്ഞ് ശാസിച്ച ഇടവക വികാരിയോട് അവൾക്ക് കടുത്ത അമർഷമാണ് ഉണ്ടായിരുന്നത്. വഴിപിഴച്ച ജീവിതം അവൾ തുടർന്നു വന്നു. ഒരിക്കൽ 6 മാസം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ അവൾ വെട്ടിക്കൊലപ്പെടുത്തി ഒരു ചാക്കിനുള്ളിൽ പൊതിഞ്ഞു കെട്ടി യൗസേപ്പിതാവിൻ്റെ ഭക്തനായ ഇടവക വികാരിയുടെ പക്കലെത്തി. അദ്ദേഹം അറിയാതെ അവൾ മുറിയിൽ പ്രവേശിച്ച് വൈദികൻ്റെ കിടക്കയ്ക്കടിയിൽ ആ ചാക്കുകെട്ട് ഒളിപ്പിച്ചു വെച്ച ശേഷം അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന്, അച്ചോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു. ദേവാലയത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന് അദ്ദേഹം പറഞ്ഞു. കുമ്പസാരിപ്പിക്കുവാൻ പോകുന്നതിന് മുമ്പ് പതിവ് പോലെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന യൗസേപ്പിതാവിൻ്റെ രൂപത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ അന്നും അദ്ദേഹം മറന്നില്ല. പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിചാരിതമായി തൻ്റെ കിടക്കയ്ക്കടിയിൽ ഒരു ചാക്കുകെട്ട് കിടക്കുന്നത് കണ്ടു. തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ നടുക്കി. ചുടുചോര ഉണങ്ങാത്ത പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹം. തുടർന്നുള്ള അന്വേഷണത്തിൽ മേൽപ്പറഞ്ഞ സ്ത്രീയാണ് പ്രസ്തുത ഹീനകൃത്യം ചെയ്തതെന്നും കുമ്പസാര രഹസ്യം എന്ന നില വരുത്തി വൈദികനെ കള്ളക്കേസിൽ കൊടുക്കാമെന്നുള്ളതാണ് അവളുടെ ഉപായമെന്നും മനസ്സിലായി. ഈ നിർണായക നിമിഷത്തിൽ തന്നെ രക്ഷിച്ച മാർ യൗസേപ്പിതാവിന് അദ്ദേഹം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു. ജപം: ദൈവകുമാരൻ്റെ വളർത്തുപിതാവും ദിവ്യജനനിയുടെ വിരക്ത ഭർത്താവുമായ മാർ യൗസേപ്പേ, അങ്ങ് എളിമയുടെ മഹനീയമായ മാതൃകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവിടുത്തെ എളിമയാണല്ലോ വന്യപിതാവേ അങ്ങേ മഹത്വത്തിന് നിദാനം.
ഞങ്ങൾ അനുപമമായ അങ്ങേ മാതൃക അനുകരിച്ച് എളിമയുള്ളവരായിരിക്കുന്നതാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഏറ്റവും നല്ല മാർഗം എളിമയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും ദൈവാനുഗ്രഹങ്ങൾക്ക് അർഹരായി തീരുവാനും വേണ്ട വരം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തലമേനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശുദ്ധ സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭർത്താവായി മാറി യൗസേപ്പിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ ദൈവമേ, ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുവാൻ കൃപയുണ്ടാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ മാറി യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പ് പിതാവിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തിരമേനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഹൃത ജപം. വിനീത ഹൃദയനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങളെ വിനയമുള്ളവരാക്കണമേ. വിനീത ഹൃദയനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങളെ വിനയമുള്ളവരാക്കണമേ. വിനീത ഹൃദയനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങളെ വിനയമുള്ളവരാക്കണമേ.